തലവേദന. അതിന്റെ കാരണമാണ് ചോദിച്ചത്. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഉണ്ട്. അരുണ, നമ്മൾ തമ്മിൽ അടുത്തിട്ട് കുറച്ചു ദിവസമേ ആയിട്ടുള്ളൂവെങ്കിലും നിന്റെ മനസ്സ് നിടറിയ ആ നിമിഷം അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയും. നുണ പറഞ്ഞ് നീ വെറുതെ സ്വയം തോൽക്കണ്ട. എന്താണെങ്കിലും നിനക്കെന്നോട് തുറന്നു പറയാം. അതല്ല തന്റെ ഉള്ളിലെ വേദന അത് ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് ഞാനെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പറയണമെന്നില്ല. അതല്ലേട്ടാ. പിന്നെന്താ പ്രശ്നം? ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് സത്യമല്ലേ? ഇല്ല, ഒരു പ്രശ്നവുമില്ല. ദയവ് ചെയ്ത് ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്ക. എനിക്കൊരു പ്രശ്നവുമില്ല. ശരി, ഞാനത് വിശ്വസിക്കുന്നു. പക്ഷേ സ്വന്തം മനസാക്ഷി, അതിന്റെ മുമ്പിൽ നിന്ന് തനിക്ക് ഒളിച്ചോടാൻ പറ്റില്ല. പറ്റൂ? താൻ കരയണ്ട, റെസ്റ്റ് ചെയ്യാം. അപ്പോ മനസ്സൊന്ന് തണുക്കും. ശരിയായ വഴി അപ്പൊ തെളിയുകയും ചെയ്യും. അരുണ, ഞാൻ തന്റെ ഭർത്താവ് മാത്രമല്ല, ഫ്രണ്ട് കൂടിയാ. അത് മറക്കരുത്. ജയപ്പി ചോദിച്ചിട്ടും അരുണ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അവൾക്ക് കാര്യമായിട്ടെന്തോ പ്രശ്നമുണ്ട്. എല്ലാം തീർന്നു എന്ന് കരുതിയിരിക്കുമ്പോഴാ പുതിയ പുതിയ ഓരോ അസ്വസ്ഥത. അതിനെക്കുറിച്ച് തന്നെ ഞാനും ചിന്തിച്ചത്. ഒരുപാട് ആലോചിച്ചു. ഒടുക്കം യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചു. എന്റെ പ്രവൃത്തി ദോഷം. ഇക്കണ്ട കാലം മുഴുവൻ ഞാൻ ചെയ്തു കൂട്ടിയതിന്റെ ശിക്ഷയാ എല്ലാവരും അനുഭവിക്കുന്നത്. അതിനെല്ലാം പ്രായശ്ചിത്തം ചെയ്യണം. അതിന് മേനോൻ എന്നെ ഒന്ന് സഹായിക്കണം. ഞാനോ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ മേനോനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതിന്റെ പാപം അതെത്ര ജന്മം അനുഭവിച്ചാലും തീരില്ല. പക്ഷേ ഈ ജന്മത്തിൽ തന്നെ എനിക്കതെല്ലാം വീട്ടണം. ഒരു കടവും ബാക്കി വെക്കാതെ വേണം എനിക്ക് ഈ ശരീരം ഉപേക്ഷിക്കാൻ. മേനോൻ ആ കൈ നീട്ടി എന്റെ മുഖത്തൊന്ന് അടിക്കണം. എന്തിന്? എന്നാലേ ഞാൻ ചെയ്ത ക്രൂരതകൾക്കൊരു പരിഹാരമാവൂ. എന്താ, നിനക്ക് സ്വബോധം നഷ്ടപ്പെട്ടോ? സ്വബോധം നഷ്ടപ്പെടാതിരിക്കാനാ ഞാനിത് പറയുന്നത്. മേനോൻ എന്നെ തല്ലണം. അന്ന് തളർന്നു കിടന്നപ്പോ ഒരു ദിവസം മുഖത്ത് തലയിണമർത്തി ഞാൻ കൊല്ലാൻ ശ്രമിച്ചില്ലേ? അതിനൊക്കെ പ്രതികാരം ചെയ്യണമെന്ന് തോന്നിയിട്ടില്ലേ മേനോന്? നീ തെറ്റിനുള്ള ശിക്ഷ നീ തന്നെ അനുഭവിക്കണം. മനുഷ്യൻ ചെയ്ത തെറ്റിന് ശിക്ഷിക്കേണ്ടത് മനുഷ്യനല്ല, ദൈവമാണ്. ദൈവം ശിക്ഷിക്കുന്നത് മനുഷ്യരിലൂടെയല്ലേ? പ്ലീസ് എന്നെ തല്ലണം. അല്ലെങ്കിൽ കുറ്റബോധം കൊണ്ട് നേരെ ഒടുക്കം ഞാൻ ചാവും. തമാശകളാ. നേരെ ഒരുപാടായി. പോയി കിടക്കാൻ നോക്ക്. ഉറക്കം വരില്ല മേനോൻ. തല്ലിയില്ലെങ്കിൽ ഈ ജന്മം മുഴുവൻ എനിക്ക് ഉറക്കം കിട്ടില്ല. തല്ല്, പ്ലീസ്. ഈ കവള് നോക്കി എന്നെ തല്ല്. പ്ലീസ് മേനോൻ. ഞാൻ മേനോനെ ഉപദ്രവിച്ചു, ജയപ്പി ഉപദ്രവിച്ചു, അരുണയും കുഞ്ഞിനെ ഉപദ്രവിച്ചു. എന്തിന്? മരിച്ചുപോയ ഭാര്യ വരെ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്. അതൊക്കെ ഓർക്ക്. എന്നിട്ട് എന്നെ തല്ല്. മേനോന്റെ ഭാര്യയെ ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ 3-4 ദിവസം ഞാൻ പട്ടിണി കിട്ടിയിട്ടുണ്ട്.
ഒരിറ്റു വെള്ളത്തിന് വേണ്ടി കെഞ്ചി. എന്നിട്ട് ഞാൻ കൊടുത്തില്ല. വെള്ളം ചോദിച്ചപ്പോ മുഖത്ത് ചവിട്ടി. തൃപ്തിയായി, സന്തോഷമായി. ഇനി എനിക്ക് പോയി കിടന്നുറങ്ങാം. അടി ഇത്ര സ്ട്രോങ് ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു പല്ലിളകിയെന്നാ തോന്നുന്നത്. ഇറ്റ്സ് ഓക്കെ.